Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കവളപ്പാറയിൽ ഉരുളുപൊട്ടി ഉയരെടുത്ത ദുരന്തഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 5 വർഷത്തിനുപുറം മറ്റൊരു ഓഗസ്റ്റ് 8 കൂടി കടന്നു വരുമ്പോൾ അതിജീവന പാതയിലാണ് ഇപ്പോഴും കവളപ്പാറ നിവാസികൾ, പൂതാനം കവളപ്പാറ നിവാസികൾ. കവളപ്പാറയിൽ അന്നത്തെ ദുരന്തത്തെ ഓർത്തെടുക്കുകയാണ് ഇപ്പോഴും ഈ പ്രദേശവാസികൾ. ഇന്ന് രാവിലെ 8:30 ഭൂതാനം വായനശാലയിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അവരുടെ ഓർമ്മ പുതുക്കി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ അടുത്തുണ്ടായ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് ആദരസൂചകമായിട്ട് പ്രാർത്ഥന അടക്കമുള്ള ചടങ്ങുകൾ അവിടെ നടന്നു. നമ്മളോടൊപ്പം ചേരുന്നത് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ദിലീപാണ്. 5 വർഷം പിന്നിടുകയാണ് ദുരന്തം. ഇപ്പോഴും നിങ്ങൾ അതിജീവനത്തിൻ്റെ പാതയിലാണെന്നാണ്. എങ്ങനെയാണ് അന്നത്തെ സംഭവം ഓർത്തെടുക്കുമ്പോൾ? 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഉറങ്ങാത്ത രാത്രിയായിരുന്നു. നേരം പുലർന്നപ്പോൾ ഏതാണ്ട് 10-25 ഏക്കറോളം ജനവാസ മേഖലയോട് കൂടിയിട്ടുള്ള പ്രദേശം അപ്പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നൊരവസ്ഥ. ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ബാക്കിയായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സ് അമ്പരപ്പിൽ വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. തുടർന്ന് 18 ദിവസത്തോളം കൂടപ്പിറപ്പുകളുടെ ബോഡികളൊക്കെ തെരഞ്ഞെടുത്തു. അതിനുശേഷം പുനരധിവാസത്തിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി. ഏതാണ്ട് 4 വർഷങ്ങൾക്കൊടുവിൽ 100% പുനരധിവാസവും ഉറപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരും 5 സെൻറ്റും 10 സെൻറ്റും സ്ഥലവും വീടും ഒക്കെ ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചെതറി ഇപ്പോഴും ജീവിച്ചു പോകുന്നു. പഴയ ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രദേശം ഇന്നും ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടം. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ, അതിൻ്റെ ഭീതി നമ്മളോട് ഇപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായോ? ഈ ഒരു മുണ്ടക്കൈ ഉരുൾപൊട്ടലോടുകൂടി നമ്മുടെ മറന്നുപോയ, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് നമ്മുടെ കവളപ്പാറ ദുരന്തവും. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായോ മുണ്ടക്കൈ ഉരുൾപൊട്ടലോടുകൂടി? തീർച്ചയായും. ഓഗസ്റ്റ് 2019 ശേഷം അന്നത്തെ അതേ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് ഈ 5 വർഷം പിന്നിടുമ്പോൾ വീണ്ടും എത്തി. ഈ പ്രദേശത്തുകാരൊക്കെ മാനസികമായി വളരെ പിരിമുറുക്കം നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചത്. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ പ്രദേശവാസികളൊക്കെ ആ 2019 അതേ സാഹചര്യത്തോടു കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. മുണ്ടക്കൈയിലാണ് യഥാർത്ഥത്തിൽ ദുരന്തം സംഭവിച്ചതെങ്കിലും ഇവിടെ കിട്ടിയതിലധികം ആളുകളെ, മരണപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം 2019 അധികം മാനസികാവസ്ഥ പ്രയാസത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ അന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ പുനരധിവാസമൊക്കെ 100% നടന്നു എന്ന് പറയുമ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ചർച്ച, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് ശേഖരിച്ചു, പുനരധിവാസം നടത്തി എന്ന് പറയുന്നുണ്ട്. വീടുകളൊക്കെ ഇപ്പോഴും ലഭ്യമാണോ? സത്യത്തിൽ പ്രളയം സംഭവിച്ച് ആ ഉടനെ തന്നെ ഈ പ്രദേശത്തെ ദുരന്തബാധിതരുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ അവരോടായിട്ട് ഏതാണ്ട് 600ഓളം വീടുകൾക്കുള്ള വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ 600ഓളം വീടുകളുടെ വാഗ്ദാനങ്ങളൊക്കെ ആ 1-2 മാസങ്ങൾക്കകം ഇല്ലാതെയായിപ്പോയി. അങ്ങിങ്ങായി ഓരോ വീടുകളൊക്കെ സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുത്തു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് 6 മാസങ്ങൾക്ക് ശേഷമാണ് സർക്കാർ സംവിധാനം വരെ കോടതിയുടെ ഇടപെടലിനൊടുവിൽ വീടുകൾ നിർമ്മിക്കാൻ ഭൂമിക്ക് വേണ്ടി ആദ്യമായി ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ആദ്യമായി വീട് നിർമ്മാണം പൂർത്തിയാക്കി തന്നത് ശ്രീ അബ്ദുൾ വഹാബ് എംപിയുടെ നേതൃത്വത്തിൽ ശ്രീ MA യൂസഫ് അലി സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വീട് നിർമ്മാണമാണ് ആദ്യമായിട്ട് പൂർത്തിയായിട്ടുള്ളത്. 128 വീടുകളാണ് ഇവിടെ കവളപ്പാറയ്ക്ക് വേണ്ടി സർക്കാർ 6 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. 6 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് 128 കുടുംബങ്ങളും സ്ഥലം മേടിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി, സർക്കാർ സഹായത്തോടു കൂടി ആ വീട് നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഈ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി എന്ന് പറയുന്നതിൻ്റെ കാരണം 6 ലക്ഷം രൂപയാണ് സർക്കാർ ഭൂമി മേടിക്കുന്നതിന് വേണ്ടി തരുന്നത്. അതിൽ 10% രജിസ്ട്രേഷൻ ഫീസോടുകൂടി
5,28,000 രൂപയ്ക്ക് ഭൂമിയിലേക്ക് നമുക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുള്ളൂ. ഈ 5,28,000 രൂപയ്ക്ക് ഭൂമി മേടിച്ച് അതിനകത്തേക്ക് 4 ലക്ഷം രൂപ ഗഡുക്കളായി ലഭ്യമാകുന്നത് കൊണ്ടൊന്നും ഒരു പ്രദേശത്ത് പുതിയതായിട്ട് ഒരു നിർമ്മാണ പ്രവൃത്തിയോ ഒരു വീടിൻ്റെ നിർമ്മാണമോ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ഈ ആളുകളൊക്കെ പല സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്ന് വീട് നിർമ്മാണം പൂർത്തിയാക്കി അതിലേക്ക് താമസം ആരംഭിച്ചിട്ടുള്ളത്. 4 വർഷം എടുക്കേണ്ടി വന്നു. നിയമയുദ്ധങ്ങളും സമരങ്ങളും നടത്തേണ്ടി വന്നു ഈ കവളപ്പാറയിലെ പുനരധിവാസം പെട്ടെന്ന് ആകുന്നതിന് വേണ്ടി. ചൂരൽമലയിലെ അതുപോലെയുള്ള കാലതാമസം വരാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. ഡിപ്പാർട്ട്മെൻറ്റ് പരിചയസമ്പന്നരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പുനരധിവാസ പാക്കേജുകളൊക്കെ പ്രൊജക്റ്റുകളൊക്കെ തയ്യാറാക്കി തന്നെ അത് നടപ്പിലാക്കണം എന്നാണ് കവളപ്പാറയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അന്ന് നല്ല രീതിയിൽ തിരച്ചിലിനൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. പിന്നീടാണ് ഈ ഒരു വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറാവുന്നത്. അന്ന് എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തു. എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോഴും 11 മൃതശരീരങ്ങൾ ഈ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്ഥലത്തെ ഇനി എന്താണ് സർക്കാർ നൽകുന്ന? ഇത് ഏകദേശം 30 ആളുകളുടെ 25 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ് ഈ കാട് പിടിച്ച് ഇന്ന് കിടക്കുന്നത്. ഇതിന് ചുറ്റളവിലുള്ള 200 മീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മാറി താമസിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഏതാണ്ട് 10 മീറ്റർ അടുത്തുള്ള വീടുകൾക്ക് വരെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് മാറ്റാൻ ജിയോളജി നിർദ്ദേശിക്കാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ആന ഇറങ്ങി ഈ പരിസരവാസികൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മാത്രമല്ല ഇതിലുള്ള 25 ഏക്കർ കൃഷിഭൂമിക്ക് യാതൊരു നഷ്ടപരിഹാരങ്ങളും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അവർക്കിത് കൃഷി ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. ഇതിന്മേലെടുത്തിട്ടുള്ള വായ്പകൾക്കൊക്കെ ജപ്തി നടപടികൾ നേരിടുന്ന ഒരവസ്ഥയുണ്ട്. ഇത് കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി തരണം. ലോണുകളൊക്കെ എഴുതിത്തള്ളാനുള്ള സംവിധാനം സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകണം. പകരം ഭൂമി ലഭ്യമാക്കണം. അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരങ്ങളും നിവേദനങ്ങളും ഒക്കെ നൽകിയെങ്കിലും പരിഹരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഹൈക്കോടതി കൃത്യമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ആ വിധിയിൽ 2 മാസങ്ങൾക്കുള്ളിൽ വ്യക്തമായ ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചുകൊണ്ട് കവളപ്പാറയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ജഡ്ജ്മെൻറ്റ് ഉള്ളതാണ്. അത് ഇന്ന് ഏതാണ്ട് 6 മാസത്തോളം പിന്നിട്ടിട്ടും അതിന് നടപടികളൊന്നും എടുക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ പ്രദേശവാസികൾ. തീർച്ചയായും ഇപ്പോഴും അതിജീവനത്തിൻ്റെ പാതയിലാണ് കവളപ്പാറ ഭൂദാനം നിവാസികൾ എന്ന് പറയുന്നത്. അതേപോലെ കവളപ്പാറ പോലെ, പെട്ടിമുടി പോലെ, ഇപ്പടുത്തുണ്ടായ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പോലെ മറ്റൊരു ദുരന്തം ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട് കേരളം അല്ലെങ്കിൽ ഏത് നാടാണെങ്കിലും സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ക്യാമറ പേഴ്സൺ സഹദ് സക്കീറിനോടൊപ്പം അർഷാദ് അൻവർ, ഈസ്റ്റ് ലൈവ്.